പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. 1 പത്രോസ് 5:8 ഈ തിരുവചനം പറയുന്നത്, നമ്മുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അതിനാൽ നാം ജാഗരൂകരായിരിക്കണം. നാം എപ്രകാരമാണ് ജാഗരൂകരാകേണ്ടത്? നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. സാത്താൻ അകന്നു പോകുകയും ചെയ്യും. കർത്താവിൽ നിന്നാണ് നാം ശക്തി ആർജിക്കേണ്ടത്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നാം ധരിക്കണം. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അപ്പോൾ നമുക്ക് സാധിക്കും. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നാം എടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം നിറഞ്ഞു നിന്നാൽ ആ വചനത്തിൻ്റെ ശക്തി കൊണ്ട് സാത്താനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് സാധിക്കും. നാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ ഉറച്ച് നിൽക്കുകയാണ് വേണ്ടത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-31-32 തിരുവചനങ്ങളിൽ യേശു ശിമയോനെ വിളിച്ച് ഇപ്രകാരം പറയുന്നത് നാം കാണുന്നുണ്ട്: സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കും. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ലോകത്തിൽ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവിക പദ്ധതികളെ തകർക്കാനായിട്ടാണ് സാത്താൻ പരിശ്രമിക്കുന്നത്. അവൻ അവിശ്വാസത്തിൻ്റെ വിത്തുകൾ മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാര ചിന്തയുടെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെയും എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സാത്താനാണ്. അവൻ ഓരോ തരത്തിലുള്ള കെണികൾ ഒരുക്കി അവൻ്റെ കെണിയിൽ നമ്മെ വീഴ്ത്തുവാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഹൃദയത്തിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവുമാണ് വച്ചു പുലർത്തുന്നതെങ്കിൽ നാം സാത്താൻ്റെ കെണിയിൽ പെട്ടുകിടക്കുകയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അവൻ്റെ കെണിയിൽ നിന്നും വിടുതൽ പ്രാപിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം നാം ആയുധമാക്കി സ്വീകരിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ച് നമ്മെ ശക്തിപ്പെടുത്തും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.